സിനിമ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? ഹൈപ്പ് അത്രയൊന്നുമില്ല. പക്ഷെ മോഹൻലാലിന്റെ ഫൈറ്റ് സീൻസ് വാസ് ഒരു 8.5 ഔട്ട് ഓഫ് 10. പിന്നെ കംബാക്ക് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, പുള്ളി ഇവിടെ ഉണ്ടല്ലോ. ദൃശ്യത്തിന്റെ ഒരു ലൈറ്റ് വേർഷൻ അത്രയും ഡിസ്റ്റർബിങ് സാധനമല്ല, പക്ഷെ ഗുഡ്. പിന്നെ ഒരു നല്ലൊരു സബ്ജക്റ്റാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മോഹൻലാൽ ഫിറ്റ് ആയിട്ടുണ്ട് കുറച്ച്, അതിന് നമുക്ക് പോയിന്റ്സ് കൊടുത്തേ മതിയാവുള്ളൂ. അതെ, ശോഭന മോഹൻലാലിനേക്കാൾ നല്ല പ്രായം തോന്നുന്നുണ്ട്. പക്ഷെ ആക്ടിങ് വാസ് ഓക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. ഡാൻസർ ആയതുകൊണ്ട് ഡാൻസിന്റെ ഭാവങ്ങളാണ് വരുന്നത്. ഒന്നുമല്ല, നല്ല ഭാവങ്ങൾ തന്നെയാണ് വന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് ശോഭനയുടെ ആക്ടിങ്. പിന്നെ ആ പെണ്ണിന്റെ ആവശ്യമില്ലായിരുന്നു ആക്ച്വലി, ആ സിസ്റ്ററിന്റെ ആവശ്യം. പിന്നെ ഒരു മിസ്മാച്ച് ആയിട്ട് എനിക്ക് തോന്നി, അവരുടെ ഫാമിലി പോലെ ഇല്ല, ആ പെണ്ണ് വേറെ ഏതോ പോലെ. അർജുൻ അശോകന്റെ ഗസ്റ്റ് റോൾ സൂപ്പർ. ഞാൻ മറന്നുപോയി അങ്ങനെ ഒരു റോളുള്ള. ആക്ച്വലി ഞാൻ മിന്നായത്തിൽ ആദ്യം വിചാരിച്ച അവനെയാണ് കൊന്നതെന്നാണ്. അതെ, പക്ഷെ അവന് എന്തിനാണ് അങ്ങനെ ഒരു ആക്ടറിനെ ആ ഒരു റോളിൽ കൊണ്ടുവന്നെന്ന് എനിക്ക് മനസ്സിലായില്ല. അവന് മലയാളികൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് വരെ എനിക്ക് സംശയം ഉണ്ടായി. പക്ഷെ അവന് അത്യാവശ്യം അഭിനയം കിട്ടുന്നുണ്ട്. നമുക്ക് ക്രോസ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഒരു ഔട്ട് ഓഫ് 10 നമുക്കൊരു 7.5 കൊടുക്കാം. 7.5. അപ്പോ ശരി ഗൈസ്, അയ്യോ ഒരാളെ കുറിച്ച് സ്പെഷ്യൽ മെൻഷൻ ഫർഹാൻ ഫാസിൽ. അതവന്റെ എല്ലാ സിനിമയിലും ഉണ്ട്. നിന്റെ ആദ്യത്തെ സിനിമ പൊട്ടിപ്പൊളിഞ്ഞതിൽ കാരണം എന്താണെന്നൊക്കെ നമുക്കറിയാം, പക്ഷെ ഇതിൽ നീ പൊളിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. I totally checked you out. Okay guys, bye guys.